ഇപ്പോൾ ഒത്തിരി ശക്തരായ നേതാക്കളാണ് നേരിട്ടിരിക്കുന്നത്. കാരണം കേരളത്തിൽ ഒന്നാം നിരയിൽ നിൽക്കുന്ന പടയാളികളെ നേരിട്ടിട്ടുള്ളൊരു ഇതിനുള്ള ശക്തിയൊക്കെ അവിടെ നിന്ന് സംഭരിച്ചു. ഈ കുറഞ്ഞ കാലയളവിൽ, കുറഞ്ഞ ഏജിനുള്ളിൽ ഇത്രയും നേരിടാൻ ധൈര്യം എങ്ങനെ സംഭരിക്കാൻ സാധിച്ചു? ധൈര്യം അങ്ങനെ പാർട്ടി ഏൽപ്പിക്കുന്ന ഓരോ ഉത്തരവാദിത്തങ്ങളായിട്ടാണ് എനിക്ക് തോന്നിയിട്ടില്ല. ഇപ്പോൾ ആദ്യം മത്സരിച്ച പുതുപ്പള്ളിയിലാണ്. പുതുപ്പള്ളിയിൽ അന്നത്തെ മുഖ്യമന്ത്രിയോടാണ് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടുള്ളത്, ശ്രീ ഉമ്മൻചാണ്ടിയോട്. അതിനുശേഷം ഇപ്പോൾ എറണാകുളത്ത് ഞങ്ങളൊക്കെ ഒരു പ്രതീക്ഷിച്ചിരുന്നത് ഹൈബി ഈഡൻ സ്ഥാനാർത്ഥിയാകുന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. പിന്നീടാണ് തോമസ് മാഷ് വന്നത്. അപ്പോൾ ആരായാലും സ്ഥാനാർത്ഥി ആരായാലും ഞങ്ങൾക്ക് പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം പാർട്ടി തീരുമാനിക്കുന്നു ഇവിടെ മത്സരിക്കണം അല്ലെങ്കിൽ ഇങ്ങനെ കാൻഡിഡേറ്റ് ആയിട്ട് വരണം തീരുമാനിക്കും, അതനുസരിച്ച് നമ്മൾ ചെയ്യുന്നു എന്നേ ഉള്ളൂ. പിന്നെ സപ്പോർട്ടും ധൈര്യമൊക്കെ കിട്ടുന്നത് പാർട്ടി പ്രവർത്തകരിൽ നിന്നൊക്കെ തന്നെയാണ്. അവർ നൽകുന്ന പിന്തുണയും അങ്ങനെ തെരഞ്ഞെടുപ്പിനൊക്കെ നമ്മൾ മത്സരിക്കുമ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒന്നും അറിയണ്ടല്ലോ. മത്സരിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയേക്കാൾ ഉപരി ഇതിനെല്ലാം വേണ്ടി ബാക്ക്ഗ്രൗണ്ട് വർക്ക് ചെയ്യുന്ന ഒരുപാട് പാർട്ടി പ്രവർത്തകരും പാർട്ടി നേതാക്കളും ഒക്കെ ഉണ്ട്. നമ്മളിപ്പോൾ ഒരുപക്ഷെ ഒരു സ്വീകരണം ഏറ്റുവാങ്ങാൻ ചെന്നാൽ മാത്രം മതി, പക്ഷെ ആ പരിപാടി ഓർഗനൈസ് ചെയ്യുകയൊക്കെ ചെയ്യുന്ന പാർട്ടിയുടെ പ്രവർത്തകരും ഒക്കെ ഉണ്ടല്ലോ, ആ പ്രദേശ നേതാക്കൾ. ശരിക്കും അവർക്കാണ് കൂടുതൽ റിസ്ക് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എനിക്കെല്ലാം സപ്പോർട്ടും കിട്ടുന്നുണ്ട് എല്ലാവരുടെ കയ്യിൽ നിന്നും. അതൊക്കെ കൊണ്ടാണ് ഇപ്പോൾ എറണാകുളത്ത് എന്തായാലും സിന്ധുജയെ സംബന്ധിച്ചിടത്തോളം ഒരു വിജയം തന്നെയായിരുന്നു. അതിന് ഇത്രയും കുറഞ്ഞ ഭൂരിപക്ഷത്തിന് ഈ ഇലക്ഷൻ റിസൾട്ട് പ്രഖ്യാപിച്ചപ്പോൾ വിഷമിച്ച ഒരാളുണ്ട്, മലയാളത്തിലൊരു ഹാസ്യ നടനാണ് സലീം കുമാർ. എന്നെ വിളിച്ചിട്ട് പറയും, എടാ സിന്ധു പോയടാ, ഒരിക്കലും ഞങ്ങൾ അവസാന നിമിഷം വരെ ഇങ്ങനെ ഫോണിലുണ്ടായിരുന്നു. അപ്പോൾ ചെറിയൊരു ഭൂരിപക്ഷത്തിനാണ് തോൽക്കുന്നത്. ആ നിമിഷത്തിൽ ടി വി വെച്ച് നോക്കിയപ്പോൾ കരയുകയും ചെയ്തു. അപ്പോൾ അത് കണ്ടപ്പോൾ ഞങ്ങൾക്കൊക്കെ വിഷമമായി, നമ്മുടെ കൂടെയുള്ള ഒരാളാണല്ലോ. അപ്പോൾ എന്താ കരഞ്ഞാളഞ്ഞ എന്തിനാ? ഞാൻ കരഞ്ഞിട്ടില്ല, എന്തോ വികാരധീനയായി. ഒരിക്കലും ഇല്ല. ഞാനവിടെ നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ നിന്നു. കാരണം തെരഞ്ഞെടുപ്പിൽ തോക്കുന്നത് ഒരു കരച്ചിലിനുള്ള കാര്യമല്ലല്ലോ. ഏതൊരു ടി വിയിൽ എനിക്കൊന്ന് നേരത്തെ ഞാൻ SFI സമ്മേളനത്തിൽ പ്രസിഡന്റ് സ്ഥാനത്ത് നോക്കിയപ്പോൾ അത് സ്വാഭാവികമായിട്ട് എല്ലാവർക്കും ഉണ്ടാവുമല്ലോ ഒരു ദുഃഖം. അങ്ങനെ ചെറുതായിട്ടൊന്ന് കരഞ്ഞതാണ് കാണിച്ചത്. അവസാന നിമിഷം വരെ വിജയപ്രതീക്ഷ ഉണ്ടായിരുന്നു, അവസാന നിമിഷം വരെ ഉണ്ടായിരുന്നു. പല സ്ഥലത്തും UDF ഭൂരിപക്ഷം നിലനിർത്തിയ സ്ഥലത്ത് സിന്ധു ഏകദേശം ഒരു 60% മുകളിൽ വോട്ടിംഗ് ഇവിടെ കൗണ്ടിങ് നടക്കുമ്പോൾ ഞാൻ തന്നെയായിരുന്നു ലീഡ് ചെയ്തിരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ നല്ല വിജയപ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷെ കേരളം മുഴുവൻ ഇത്തരത്തിലൊരു കാറ്റാണല്ലോ വീശിയത്. ഒരു ഇടതുപക്ഷ വിരുദ്ധ ശക്തികളെല്ലാം ഒന്നിച്ചൊരു തെരഞ്ഞെടുപ്പായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അതും ഈ മണ്ഡലത്തിലും പ്രതിഫലിച്ചിട്ടുണ്ടാവുന്ന തോന്നുന്നു. നല്ല വിജയപ്രതീക്ഷ ഉണ്ടായിരുന്നു ആദ്യം മുതലേ തന്നെ. സിറ്റിംഗ് സീറ്റ് ആയിരുന്നല്ലോ ഇത്. ഇനി രാഷ്ട്രീയത്തിൽ നിന്ന് നമുക്കൊന്ന് മാറാം. അല്ലാതെ എന്തൊക്കെയാണ് ഹോബീസ്? ശരിക്കും ഇപ്പോൾ പഠിക്കുന്നുണ്ട് നന്നായിട്ട്, അല്ലാതെ എന്തൊക്കെയാണ്? അല്ലാതെ ഹോബീസ് ഞാൻ ചെറിയ രീതിയിൽ പെയിന്റ് ഒക്കെ ചെയ്യും. പെയിന്റ് എന്ന് വെച്ചാൽ ഡ്രസ്സിലൊക്കെ. തൊഴിലാളി വർഗത്തിന്റെ ഇടയിൽ പ്രവർത്തിക്കുന്നുണ്ട് വീട് പെയിന്റിങ് വേണ്ടിയെന്നാ ചെയ്യും. ഞാൻ ഇപ്പൊ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല, പറ്റുമായിരിക്കും, എനിക്കറിയില്ല. ഞാൻ ഫാബ്രിക് പെയിന്റിങ് ചെയ്യാറുണ്ട്. പിന്നെ അങ്ങനെ ഓരോ പരിപാടികൾക്ക്. പിന്നെ കുക്കിംഗ് എനിക്ക് വലിയ ഇൻട്രസ്റ്റ് ഉള്ള കാര്യമാണ്. ഇപ്പൊ ഞാൻ വീട്ടിലൊക്കെ വരുമ്പോൾ അത് അപ്പം ചൂടുന്ന മാത്രമല്ല, അതൊക്കെ നമ്മൾ സാധാരണയായിട്ട് ചെയ്യുന്നതാണല്ലോ. എൻ്റെ ഇളയമ്മ ഇവിടെ പിന്നെ താമസിക്കുന്ന ഇളയമ്മ ഞാൻ നന്നായിട്ട് ഒരു ഇങ്ങനത്തെ ഉള്ള കോഴ്സ് വരെ പഠിച്ചിട്ടുണ്ട്, ബേക്കറി ആൻഡ് കൺഫെക്ഷണറി എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ആ ആൻറ്റി നല്ലതായിട്ട് കേക്കുകൾ ഉണ്ടാക്കും ഇതൊക്കെ. അപ്പം ഞാൻ ആഴ്ച വരുമ്പോൾ അത് പഠിക്കാറുണ്ട്. കുക്കിംഗ് ഒരു വളരെ ഇൻട്രസ്റ്റ് ഉള്ളൊരു കാര്യം. ഇനിയിപ്പോൾ ഓണക്കാലത്തും കുറച്ച് കുക്കിംഗ് പഠിക്കാൻ വേണ്ടി ഇരിക്കുക. കാരണം ഞാൻ കുറച്ചൊക്കെ ചെയ്യും, ഈ ഫിഷ് ഐറ്റംസ് അതുപോലെ മീറ്റൊക്കെ ചെയ്യും. പക്ഷെ എനിക്ക് തോന്നുന്നു ഈ നമ്മുടെ ഈ നാടൻ വിഭവങ്ങളുണ്ടല്ലോ, ഓണത്തിന് പ്രത്യേകിച്ച് ഓലൻ, കാളൻ, നമ്മുടെ അവിയൽ, ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഇത്തിരി പുറകിലാണ്. അത് ഈ ഓണത്തോടു കൂടി തന്നെ ഞാൻ പഠിച്ചെടുക്കും. വീട്ടമ്മയാവാനുള്ള തയ്യാറെടുപ്പാണ്. അയ്യോ, വീട്ടമ്മ എന്നല്ല, നമ്മളെല്ലാം അറിഞ്ഞിരിക്കണമല്ലോ. എൻ്റെ ഒരു ഇത് വെച്ച് നോക്കുമ്പോൾ സ്ത്രീകളായാലും പുരുഷന്മാരായാലും കുറച്ചൊക്കെ പാചകം അറിഞ്ഞിരിക്കുന്ന നല്ലതാ. ഇപ്പൊ എൻ്റെ ബ്രദറൊക്കെ ഒന്നും ചെയ്യായിരുന്നില്ല, ഒന്നും. ഇപ്പൊ ഒറ്റയ്ക്ക് പോയി ബാംഗ്ലൂരിലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ അവൻ തന്നെയാണ് കുക്കിയൊക്കെ ചെയ്യുന്നത്. അപ്പം എൻ്റെ ഒരു ഇത് വെച്ചിട്ട് എല്ലാം പഠിച്ചിരിക്കുന്നല്ല. നമ്മൾ ഒരു ഫീൽഡിലും പുറകോട്ട് ആവരുതല്ലോ സ്ത്രീകളാകുമ്പോൾ. അതെ, സ്ത്രീകളാകുമ്പോൾ ഒന്നിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട്. എന്തായാലും സ്ത്രീകൾ ഒന്നിനും പിന്നോട്ട് പോരുത്. എന്താണ് സിന്ധു ജോയുടെ മനസ്സിലൊരു സ്ത്രീ? ഒരു സന്ദേശമോ അല്ലെങ്കിൽ എന്താ കൊടുക്കാനുള്ളത്? മലയാള സ്ത്രീ എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കണം? മലയാള സ്ത്രീ എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ഒരുപാട് മാതൃകകളെ കാണിക്കാൻ വേണ്ടി കഴിയും. കാരണം നമ്മുടെ രാഷ്ട്രത്തിന് തന്നെ നല്ല രീതിയിൽ കോൺട്രിബ്യൂഷൻ കൊടുക്കാൻ കഴിയുന്ന ഒട്ടേറെ സ്ത്രീകൾ നമ്മുടെ മലയാളത്തിൽ നിന്ന് തന്നെ പോയിട്ടുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ മലയാള സ്ത്രീ എന്ന് പറയുമ്പോൾ ഒരു നല്ല അമ്മയായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ പുറത്തുപോയി ജോലി ചെയ്യുന്ന സ്ത്രീകൾ ആ മേഖലയിൽ തിളങ്ങുന്നവരുണ്ട്. അങ്ങനെ എല്ലാ മേഖലയിലും നമുക്ക് കൂട്ടിയോജിപ്പിച്ച് കൊണ്ടുപോകാൻ കഴിയുന്ന, കുടുംബത്തെല്ലാം കൂട്ടിയോജിപ്പിച്ച് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു സങ്കല്പമാണ് എൻ്റെ മനസ്സിലുള്ളത്. അതുപോലെ തന്നെ പൊതുരംഗത്തും ഇപ്പോൾ ധാരാളം സ്ത്രീകൾ ശോഭിക്കുന്നുണ്ട്. 33% സംവരണം പഞ്ചായത്ത് രാജിലുള്ളത് 50 മാറാൻ വേണ്ടി പോവുകയാണ്. അങ്ങനെ എനിക്ക് തോന്നുന്നു ഇനി സ്ത്രീകളുടെ ഒരു കാലമാണ് കേരളത്തിലൊക്കെ വരാൻ വേണ്ടി പോകുന്നത്. ഒരു സ്ത്രീ ശോഭിച്ച് ഇല്ലാണ്ടായി പോയി. ഇപ്പോൾ
ശോഭന ജോർജ്. പേരിൽ തന്നെ ശോഭനയുണ്ട്, പക്ഷെ ശോഭിക്കുന്നില്ല. എന്താ അതിന് കാരണം എന്താ? അതിപ്പോ ഞാനെന്ത് പറയാനാണ്? അല്ല, ഞാനിപ്പോൾ ഇവ കാണുക കേൾക്കുക മറന്നു കളഞ്ഞേക്കുമെന്നാണ് എൻ്റെ ചോദ്യത്തിന്. ചില ചോദ്യങ്ങൾക്ക് ലീഡറിൻ്റെ ഒപ്പം നിൽക്കാതിരുന്നുകൊണ്ടാണ് സംഭവിച്ചത്. അയ്യോ, എനിക്ക് അതിനെ സംബന്ധിച്ച് അറിയില്ല. വേറെ പാർട്ടിയല്ലേ, എൻ്റെ പാർട്ടിയിലൊരു കാര്യമാണെങ്കിൽ ഞാൻ പറഞ്ഞാനെ. പക്ഷേ അവരെ എനിക്ക് അവരായിട്ട് കോണ്ടാക്ട് ഉണ്ടെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ നാട്ടുകാരിയാണെന്നുള്ള, അവരുടെ MLA ഒക്കെ ആയിരുന്നു എന്നുള്ളത് കൊണ്ട് ഞാൻ പലപ്പോഴും കണ്ടിട്ടൊക്കെ ഉണ്ട്, സംസാരിച്ചിട്ടൊക്കെ ഉണ്ട്. വളരെ നല്ല രീതിയിലാണ് നമ്മളോടൊക്കെ പെരുമാറുന്നത്. എന്താണ് അവരുടെ രാഷ്ട്രീയ ജീവിതത്തിൽ സംഭവിച്ചിട്ടില്ലെന്ന് എനിക്കറിയില്ല. നമ്മൾ കോളേജ് ഡേയ്സിലുണ്ടായിരുന്ന സുഹൃത്തുക്കൾ അവരൊക്കെ ഇപ്പോഴും കോണ്ടാക്ട് ചെയ്യാറുണ്ടോ? ഉണ്ടല്ലോ, ഒരുപാട് പേര് കോണ്ടാക്ട് ചെയ്യാറുണ്ട്. പിന്നെ മഹാരാജ് കോളേജിലൊക്കെ ഒരുപാട് പൂർവ്വ വിദ്യാർത്ഥികളുടെ യോഗങ്ങളൊക്കെ നടക്കാറുണ്ട്. അതുപോലെ തന്നെ എൻ്റെ കൂടെ MA പഠിച്ചിരുന്ന 5-6 എൻ്റെ സുഹൃത്തുക്കളുമായിട്ട്, അവരൊക്കെ ഒരുപക്ഷെ കേരളത്തിന് പുറത്തൊക്കെയാണ്, വെളിയിൽ ഗൾഫിലുള്ളവരൊക്കെ ഉണ്ട്. പക്ഷെ അവരൊക്കെ ആയിട്ട് ഞാൻ നന്നായിട്ട് ഇപ്പോൾ കോണ്ടാക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ അവർക്കൊക്കെ ഒരു അത്ഭുതം തോന്നുന്നുണ്ട് സിന്ധുജിയുടെ ഈ വളർച്ചയിൽ. അല്ല, അങ്ങനെയില്ല. ഞാൻ മഹാരാഷ്ട്രയിലൊക്കെ വെച്ച് തന്നെ ചെറിയ രീതിയിൽ പ്രവർത്തിച്ചിരുന്നല്ലോ. പക്ഷേ ഇതിപ്പോൾ ഈ വളർച്ച എന്ന് പറയുമ്പോൾ ഈ പ്രായത്തിനകത്ത് ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഒരു പാർലമെന്റ് തെരഞ്ഞെടുപ്പിലൊക്കെ മത്സരിക്കാൻ നിസ്സാര കാര്യമല്ല എന്ന് എനിക്ക് തന്നെ തോന്നുന്നുണ്ട്. അതിപ്പോൾ നമ്മളെ പാർട്ടി നമുക്ക് തരുന്ന ഓരോ തരത്തിലുള്ള ഉത്തരവാദിത്തങ്ങളും പാർട്ടി നൽകുന്ന അംഗീകാരങ്ങളും ഒക്കെയാണ്. അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെ സ്വീകരിക്കുന്നുണ്ട് ഈ തെരഞ്ഞെടുപ്പിലടക്കം. ശരിക്കും പറഞ്ഞാൽ എൻ്റെ പഴയ ഫ്രണ്ട്സിനെയും അതുപോലെ തന്നെ എൻ്റെ പാരൻസിൻ്റെയൊക്കെ ഫ്രണ്ട്സിനെയൊക്കെ മീറ്റ് ചെയ്യാൻ പറ്റിയിരുന്നു തെരഞ്ഞെടുപ്പിൻ്റെ കാലഘട്ടങ്ങളിലൊക്കെ. അവരൊക്കെ പ്രവർത്തന രംഗത്തും കുറേ പേര് സജീവമായിരുന്നു. എന്തായാലും ഒരു പരാജയം എന്ന് വെച്ചാൽ സക്സസ് ഡിലേഡ് എന്നാണ് കലാകാരന്മാർ. അതായത് നമ്മൾ പല പരാജയങ്ങൾ നേരിട്ടിട്ട് വലിയൊരു സക്സസ്സിലേക്ക് എത്തും. കാരണം സാവധാനം വരുന്നവന് സിംഹാസനം കിട്ടുമെന്ന് പറയുന്നത്. എന്തായാലും ഒരു ദിവസം സിംഹാസനത്തിലിരിക്കും. അപ്പോൾ എന്തായിരിക്കും ഇപ്പോൾ നമ്മുടെ അബ്ദുൽ കലാം പറഞ്ഞ 2020 ഇന്ത്യ, അതുപോലെ സിന്ധുവിൻ്റെ മനസ്സിലൊരു ഭാവി ഉണ്ടല്ലോ. അപ്പോൾ ഇത് നിർത്തി അപ്പം ചുട്ട് കറി വെച്ചല്ലല്ലോ പോകുന്നത്. അതിൽ താല്പര്യമുണ്ടെങ്കിലും എന്താണ് കേരളത്തിൻ്റെ രാഷ്ട്രീയ ഭാവിയാകും? എന്നെ സംബന്ധിച്ച് പറയുമ്പോൾ എനിക്കിപ്പോൾ ഏതെങ്കിലും സിംഹാസനം വേണമെന്നൊന്നുമില്ല. കാരണം ഇപ്പോൾ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. എനിക്കതൊരു കാര്യമേ അല്ല. കാരണം എനിക്ക് വ്യക്തിപരമായി പറയുകയാണെങ്കിൽ ഇപ്പോൾ പാർട്ടി ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്തങ്ങളിൽ നിന്നപ്പുറം എനിക്കിപ്പോൾ ഒരു പാർലമെൻറ്റ് രംഗത്ത് നിൽക്കണം എന്നുള്ള അത്ര വലിയ താല്പര്യമൊന്നുമുള്ള ആളൊന്നുമല്ല ഞാൻ. പക്ഷെ പാർട്ടി ഏൽപ്പിക്കുന്നു, നമ്മളത് ചെയ്യുന്നു. എനിക്ക് അങ്ങനെയാണ് ഞാനതിനെ കണ്ടിട്ടില്ല. പിന്നെ കേരളത്തെ സംബന്ധിച്ചോ അല്ലെങ്കിൽ പറയുമ്പോൾ വളരെ നല്ലൊരു ഭാവി ഈ സംസ്ഥാനത്തിനുണ്ട്. ഇപ്പം മറ്റ് സംസ്ഥാനങ്ങൾ വെച്ച് നോക്കുമ്പോൾ നമ്മൾ ഏറെ മുന്നിലാണല്ലോ. ഞാനിപ്പോൾ സംസ്ഥാനത്തിന്റെ ഭാവി നമുക്കറിയണ്ട, സിന്ധുവിന് ഭാവിയുണ്ടോ? ഏത് തരത്തിലുള്ള ഭാവിയാണ്? ഏത് രാഷ്ട്രീയ ഭാവിയാണെങ്കിലും ഇപ്പൊ പഠിത്തത്തിലായാലും എന്താണ് ഭാവിയെക്കുറിച്ച്? ഇപ്പൊ എനിക്ക് എൻ്റെ ഭാവിയെക്കുറിച്ച് വളരെ ശോഭനമായ പ്രതീക്ഷയാണ്. അപ്പോൾ അതുപോലെ സിന്ധുവിൻ്റെ പ്രതീക്ഷ എന്താണ്? എനിക്ക് നല്ല പ്രതീക്ഷയാണ് ഉള്ളത്. പ്രതീക്ഷ എന്ന് പറയുന്നത് എനിക്ക് കൂടുതൽ കുറച്ചും കൂടെ, ഇപ്പോൾ ഞാൻ എൻ്റെ പഠിത്തം കഴിഞ്ഞു, എനിക്ക് കുറച്ചും കൂടെ സാമൂഹ്യ പ്രവർത്തനത്തിൽ ഇൻവോൾവ് ആവണം. ഞാൻ ആ മേഖല തിരഞ്ഞെടുത്ത് കഴിഞ്ഞു. കാരണം ഞാനിപ്പോൾ CPM ഫുൾ ടൈം അംഗമായിട്ട് പ്രവർത്തിക്കുകയാണ്, ജില്ലാ കമ്മിറ്റി അംഗമായിട്ട് പ്രവർത്തിക്കുകയാണ്. ഞാൻ CPM ജില്ലാ കമ്മിറ്റി അംഗമാണ്. അതോടൊപ്പം SFIയുടെ ഇപ്പോൾ നാഷണൽ വൈസ് പ്രസിഡൻ്റാണ് ഞാൻ. അതുകൊണ്ട് ഞാൻ മറ്റ് സംസ്ഥാനങ്ങളിലെല്ലാം പരിപാടികൾക്ക് വേണ്ടി ഇപ്പോൾ പോകുന്നുണ്ട്. നമ്മുടെ SFI കുട്ടികളെ സംഘടിപ്പിക്കുന്നതിന് വേണ്ടിയൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ ഫുൾ ടൈം അങ്ങനെ രാഷ്ട്രീയം തിരഞ്ഞെടുത്ത് കഴിഞ്ഞു. എന്തായാലും ഇനി അതിൽ നിന്നൊരു മാറ്റമില്ല. അതിലിപ്പോൾ എനിക്ക് അധികാര സ്ഥാനങ്ങളൊന്നും വേണമെന്നില്ല ഞാൻ. പക്ഷേ എന്നാലും പ്രവർത്തനങ്ങളായിട്ട് മുന്നോട്ട് നീങ്ങും.